അപ്പൊ വെക്കല്ലോ വെക്കണോക്കെ. ആ ലൈസ് കൊടുന്നാ ലൈസാ കിട്ടിയല്ലോ. ഇനിയിപ്പോ എന്റെ ലൈസ് വേണ്ടല്ലോ കുഞ്ഞാപ്പ എനക്ക് കൊടുക്കട്ടാ. കാക്കൂന് കൊടുക്ക. തിന്നോ തിന്നോ ഞാപ്പോ തിന്നോ പിടിച്ച തിന്നോ. ഞാൻ വൈകുന്നേരം കൊടുത്തില്ല. ഞാൻ മേടിച്ച് തിന്നോ. തിന്ന കുഞ്ഞാപ്പോ. ആ കുട്ടി കൊടുന്നല്ലേ നിന്റെ ഉണ്ടാവല്ലോ വൈകുന്നേരം. എന്തൊക്കെയാ അല്ലേ? ഞാന് പൊന്മുളൊന്ന് പോയായിരുന്നു. അതെ. ഞാനാ മറ്റേ കട ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ അസേ ഞാനവിടെ പോയിട്ടില്ല. അവിടെ ഒന്ന് പോയിക്കാണ്ടൊന്ന് വരണം. പോയത് എന്ത് കുഞ്ഞാപ്പ് 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും വേണ്ടവരെ കഴിക്കണില്ല. എന്താ പനി എന്തെങ്കിലും ഉണ്ടോ? പനിയൊന്നുമില്ല. മാഷ് പോയ ആ ഒരു വിഷമത്തിലാണോ? വേറെ പ്രശ്നമൊന്നുമില്ല. പനി സോക്കറിന്റെ പ്രശ്നമൊന്നുമില്ല. മാഷ് പോലും ആഴ്ചയില്ലേ ഇങ്ങനെ അവിടെ ഇങ്ങനെ മാഷായിട്ട് ഇങ്ങനെ കളിച്ച് ഇതായിരുന്നല്ലേ. മാഷിക്ക് ഓന് മാഷായിട്ട് ഇങ്ങനെ പോയിരുന്നല്ലേ. ആ ഒരു പ്രശ്നം നല്ലല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല. താമേ ഇത് ഈ വലിയ പണികളൊക്കെ നിർത്തിവെച്ച് കണ്ടേ കുറച്ച് ദിവസം മേനെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കറിയാലോ മാഷോടെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അവനെ അറിയിക്കാൻ പാടില്ല. താമേ ഞാൻ നോക്കിക്കോളാം. ഞാന് മാഷ് പോയിട്ട് ഞാൻ നോക്കാതിരിക്കൊന്നുമില്ലല്ലോ. അല്ല അതെനിക്കറിയാം. മറ്റുള്ള വലിയ ജോലികളൊക്കെ നിർത്തിവെച്ച് കണ്ടേ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ഞാന് പൊന്മുളൊന്ന് പോയൊരു വേണം. അതിന്റെ അടിയിൽ ആ വണ്ടിക്കാരോ 2 ആള് വരാനുണ്ട്. അപ്പോത്തിന് ഞാന് പോയിക്കാണ്ട് വരാം. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പോവാ പോയിക്കാണ്ട് വരാം കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞാണ് പോയതല്ല. പിന്നെ നിങ്ങളതൊന്നും കണ്ടില്ല. അതിന്റെ കഥകളൊന്നും പറയണ്ട. എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ വേറെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു. മക്കള് വന്നിക്കാണ്ട് കൊണ്ടുപോയി. ആ വീടൊക്കെ പൊളിച്ചു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നു. ഞാൻ അതിന്റെ ഒക്കെ ഓരോ ചുറ്റുപാടിലായിരുന്നു. മാഷ് എങ്ങോട്ടാ കൊണ്ടുപോയത്? അതൊക്കെ ഒരു കഥയാണ്. ഞാൻ പിന്നെ പറയണ്ട് കേട്ടോ. സഫറൊക്കെ എവിടെ? എന്തൊക്കെയാ സഫറ വർത്താനം? ഞാൻ കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ദിവസം വരാറുള്ളത്. ഒക്കെ സുഖല്ലേ? ബിസിനസ്സൊക്കെ സാറായി പോണില്ലേ? ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ഈ ചുറ്റുപാട്. ബാക്കറിന്റെ സെക്ഷനിൽ ഓരോന്നും കറക്റ്റ് ആയിട്ട് മാറ്റി മാറ്റി വെക്കട്ടാ. ഓരോന്നും അതിൻ്റെതായ സെക്ഷൻ തന്നെ മാറരുത്. ഞാൻ പോവാണ്. 1-2 പരിപാടികളുണ്ട് ചെന്നിട്ട്. അമാശ വണ്ടിക്ക് ഒരാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓനൊന്ന് വിളിക്കണം. അങ്ങനെ ഓരോ ചുറ്റുപാടുകളുണ്ട്. സഫറ പോട്ടെ പോയിട്ടോ. ഹലോ ഫിറോസ് അല്ലേ? ഞാൻ നാളെ നിനക്കെന്താ നമ്പർ വാങ്ങിച്ച ആളാണ്. മാഷ കാറിന്റെ കാര്യം പറഞ്ഞ്. നിങ്ങള് ഇന്ന് വരികയാണെങ്കിൽ വന്നോളേ. ഞാനിപ്പോ വീട്ടിലില്ല. 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പൊ നിങ്ങൾ 1/2 മണിക്കൂർ കൊണ്ട് വന്നാ മതി കേട്ടോ. ഓക്കെ ശരി ശരി. ഞാൻ അതുപോലെ പൊടി തട്ടാൻ വേണ്ടിട്ട് എന്നോട് പറയാൻ നിൽക്കുന്നു. വണ്ടി കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലേ. അവിടെ കൊടുക്കും. മാഷാവാലും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അവിടെ കൊടുക്ക അല്ലേ? കണ്ടിട്ട് ആകെ ചളിയുന്നു. ഒരു വരുന്നെങ്കിൽ നന്നായും ചെയ്തപ്പോ വണ്ടി കൊടുക്ക. ആർക്കാ മറ്റേ ഇന്നാള് പറഞ്ഞ പോൽക്കാ? അത് കൊടുക്കണേ. മാഷ് പഠിപ്പിച്ച കുട്ടികളാണത്. ആ ചെക്കന്മാരെ അന്നാളിനോട് വന്നുകാട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചിട്ട് പറയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിന്റെ. 2 ആള് വരുന്നുണ്ടല്ലോ. വലൈക്കും അസ്സലാം. മുജിബക്ക വണ്ടി ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തി? മാഷി ഇപ്പൊ ഇവിടെ ഇല്ലേ? നാട്ടിലില്ലേ?
മാഷ് ഇപ്പൊ ഇവിടെ ഇല്ല. മാഷ കുട്ടികൾ വന്നിരുന്നു കുറച്ച് ദിവസം മുന്നേ. മാഷ അവിടെ കൊണ്ടുപോയിക്കണു. അപ്പൊ അങ്ങനെ വണ്ടി ഇവിടെ ഞാൻ അങ്ങോട്ട് കൊടുന്നതാണ്. അപ്പൊ വീട് പൊളിച്ചൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ആ വീടൊക്കെ പൊളിച്ചൊക്കെ ഇതാക്കി മക്കള് വന്ന് വീടൊക്കെ പൊളിച്ച് മാഷ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഒരു സംഭവം അതിന്റെ ഇടയിൽ ഉണ്ടായിക്കണു. മാഷിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ മക്കൾ കൊണ്ടുപോയത്, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. വണ്ടിന്റെ പേപ്പറുകളൊക്കെ ഇപ്പൊ ക്ലിയറാ? ടാക്സ്, ഇൻഷൂർ, റിന്യൂവൽ എടുത്തോണ്ടപ്പത്? വണ്ടിന്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണ്. ടാക്സി, ഇൻഷൂർ, റിന്യൂവല് ഒക്കെ എടുത്താണ്. ഞാൻ പേപ്പർ വേണമെങ്കിൽ കൊടുന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല നമ്പറാണ്. അപ്പൊ ഈ പേപ്പറുകളൊക്കെ നോക്കിക്കാളി. കഴിഞ്ഞ റിന്യൂവൽ എടുത്താണല്ലേ? അതെ. ടാക്സ് 25 വരെ, ഇൻഷൂറും ഉണ്ട്. ഇതിപ്പോ എങ്ങനെ റേറ്റ് ഇപ്പൊ എങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ? 3.20 ഞാൻ ചോദിക്കണത്. കാരണം മാഷ് ഇത് കുട്ടികളെ കൊണ്ടടക്കും പോലെ കൊണ്ടടന്നീന്റാണ്. ഇതിപ്പോ എനിക്ക് ഇതോടിപ്പോ ഇവിടെ നിർത്തിയിട്ടൊരു ആവശ്യമില്ലല്ലോ. അവർ നിലക്കിപ്പോ കൊടുക്കണം. മാഷ് ഇപ്പൊ ഇവിടെ ഇല്ലാരും എന്നൊക്കെ അറിയാലോ. 3.20 കിട്ടണം. നമുക്കൊരു 2.45 ആണെങ്കിലേ ഇതൊന്ന് നോക്കാനോ. ഈ വണ്ടി അന്നേക്കാളും പൂതിയുള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. മാഷ് ഒരു 3-ന് ഇടുക്കി നിങ്ങള്. റിയാസ ആ 3 ആ മൂപ്പർക്ക് കൊടുക്കാടാ. നമുക്ക് അമ്മ ഉറപ്പിച്ചോ. ഇപ്പൊ 50 വർത്താനം വേണ്ട. നമ്മളെ പഠിപ്പിച്ച മാഷിന്റെ വണ്ടിയല്ലേ, നമുക്ക് എടുക്കേ ആ പൈസ കൊടുക്കാം. എന്നാ മുജീബാക്കങ്ങള് പറഞ്ഞ മാതിരി തന്നെ 3 റുപ്യ ആയിക്കോട്ടെ. എന്നാലേ ചാവിതാ നാട്ടെ. മറ്റുള്ള പേപ്പറുകളൊക്കെ ഇതിലുണ്ട്. എല്ലാം ഇൻഷൂറിന്റെ പേപ്പർ ഉണ്ട്, ടാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അത് ഞങ്ങള് പെട്ടെന്ന് പോയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് പോയിക്കോട്ടെ. അസിന്റെ അടുത്ത് കൊടുത്താൽ മതി. മാഷ പേരിന്ന് ഒഴിവാക്കണം. അത് നിർബന്ധം കേട്ടോ. നേരെ അത് നിർബന്ധമാണ്. കാരണം വെച്ചാല് മാഷുകളില്ലാത്തോണ്ട് അങ്ങനെ ചെയ്യട്ടോ. വണ്ടി എടുത്താ ഒന്നും എടുക്ക. റിയാസ എടാ, ഇതിന് ഗീറ് കാണുന്നില്ലല്ലോ. ഇതിന് ഗീറാരെ ഉരി കൊണ്ടേക്കണല്ലോ. ഗീറൂടാ. എന്തായി പറയണ്ടേ? എടാ 90 ഫിയറ്റ് എനിക്കറിയില്ല. അത് ശരി, ഗീറില്ലാത്ത വണ്ടി അങ്ങനെ. അതിലൂടെ ഗീർ ഇവിടെ എടുത്ത അവിടെ കയറ അവിടെ കയറ. ഈ പേപ്പർ കയ്യില പോ. ഇതിന്റെ ഗീർ ഇതാണ്. അത് ശരി, അതാ ഗീറ്. അപ്പൊ വൈഫർ മോട്ടറിന്റെ സ്വിച്ച് അല്ലേ? ഇതാണ് വൈഫർ, ഇതാണ് ഗീർ. അജ്ജുണ്ട്. അപ്പോ ഞാൻ പഠിച്ച വണ്ടിക്കൊക്കെ ഇവിടെ ഗീർ ഉണ്ടായില്ല. അപ്പൊ ഗീർ ഇവിടെ ഞാൻ നോക്കിയത്. ഇനി വണ്ടി എടുത്ത ആയിക്കോട്ടെ, കാറില്ല. ഒരു കൊണ്ടേക്കോട്ടെ. കാർ ഒരു കൊണ്ടേക്കോട്ടെ. ഒരു മാഷത്തിൽ പോകട്ടോ. മാഷ കൊണ്ടുവരും ഒരു കൊണ്ടേക്കോ. കുഞ്ഞാപ്പൂനെ അങ്ങനെ കളിപ്പിക്കുന്നു പറഞ്ഞിട്ട് ആ മാഷ മക്കള് വരുന്നുണ്ടല്ലോ. വണ്ടി എവിടെ? വണ്ടി ഉണ്ടായിരുന്നില്ല. വണ്ടി കാണല്ലോ. ഇപ്പൊ വണ്ടിയോട് പോയി. വണ്ടി മാഷിനോട് വിൽക്കാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വിറ്റു. മാഷ് പഠിപ്പിച്ച സ്റ്റുഡന്റ് തന്നെയാണ്. 3 ദിവസത്തിന് വിറ്റക്കണം. ഓക്കെ, ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ പൈസ എവിടെ? പൈസ വേണം. ആ പൈസ ഉപയോഗിക്കാം. എത്ര ക്യാഷ് ആണെന്ന് നിങ്ങൾ കാക്കാനെ കൊടുക്കും. പൈസ എന്റെ അടുത്ത് 3 ലക്ഷം ഉണ്ട് കാറ് വിറ്റത്. പക്ഷെ ഞാനിപ്പോ നിങ്ങളെ അടുത്ത് തരാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ മുജീബ്, ഇതിന്റെ മൂത്താപ്പാന്റെ മോനെ ഇളാപ്പാൻ കിട്ടുന്നില്ല. ഇന്റെ പാന്റെ ചെങ്ങായി ഇപ്പാക്കിങ്ങനെ തിരി കയറ്റി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ 10,000 വട്ടം പറഞ്ഞു കേട്ടാ. ഇനി ഇത് കാര്യങ്ങൾ കളിച്ചല്ലേ. ഞങ്ങളെ കാറിപ്പോ അത് പോയി. ആ പൈസ അങ്ങനെ തന്നെ കളിച്ചത്. ഇതിന് നിങ്ങൾ എന്ത് ഡയലോഗ് എന്നോട് അടിച്ചിട്ടും കാര്യമില്ല. ഈ പൈസ ഞാൻ മാസത്തിൽ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ ഇപ്പോ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം എന്താ പറയാനുള്ള അറിയാം. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു ഇത് ഞങ്ങളെ കുടുംബക്കാരിയാണ് എന്ന്. അത് ഞാൻ നിങ്ങളോട് അത് കടമെടുത്തിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിക്കാണ്ട് നിങ്ങൾ ഈ കണ്ട വർത്താനൊക്കെ എന്നോട് പറഞ്ഞു. ഇതിനൊന്നും മറുപടി ഞാൻ പറയാത്തില്ല. കാരണം എന്താ പറയാ, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് സൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊന്നും പറയുന്നില്ല. പൈസ ഞാൻ എന്തായാലും ശരി തരാൻ ഉദ്ദേശിക്കുന്നില്ല.
ആ ക്യാഷ് മൂപ്പരേക്കുന്ന എത്രയാണെന്നുണ്ടെങ്കിലും ആ കിട്ടാനുള്ള വഴി നമുക്ക് നോക്കാം. ആ കിട്ടണ പറ്റി ഞങ്ങൾ നോക്കട്ടോ. വേടാ ഹലോ, ഇതെവിടെ സ്ഥലം? ഈ നമ്പറിൽ നിന്ന് ഇന്നലെ ഒരു മാസ് എനിക്ക് വിളിച്ചു, ഇന്നലെ വൈകുന്നേരം ഒരു 4:10. ഇത് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? കറക്റ്റ് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഗൂഗിൾ മാപ്പ് ഒന്ന് വിട്ടേര്. എന്താ നിങ്ങള് നിങ്ങളവിടുത്തെ സെക്യൂരിറ്റി? അതെ, ഞാനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് അയച്ചു തന്നു. അപ്പോൾ ഇന്നലെ ഈ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ മാഷെ, ആ മാഷൊന്ന് കാണണം എനിക്ക്. അതെ, മാസ്റ്റർ ഫോണില്ല, എന്റെ ഫോണിൽ നിന്നാണ് മാസ്റ്റർ വിളിച്ചിരുന്നത്. മാസ്റ്റർ അവിടെ ഉണ്ട്. ഏതവിടെ? ഓക്കെ. വണ്ടി വിറ്റ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊടുത്തിട്ട് ഞാൻ മാസത്തെ അത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പൈസ ഒന്നും മക്കൾക്കൊന്നും കൊടുക്കണ്ട, അത് ഈ കയ്യിൽ വെക്കാൻ. ആ കുഞ്ഞാപ്പൂര് ഒരു 10 സെന്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് എന്നെ കൂടെ സാധിച്ചിട്ടില്ല. അത് എന്താ വെച്ചെങ്കില് മുജീബ് അവന് അതോട് കിട്ടുന്ന രൂപത്തില് ഒരു വീടെങ്കിലും ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുത്താല് ഇതിന്റെ ഒരു വിശ്വസ്തനാണല്ലോ. പിന്നെ മക്കളിരിക്കില്ല, അതായിപ്പോയി.
പെൺമക്കളുടെ ഇത്ര ഒരു വിഷമം ഉണ്ടായില്ലായിരുന്നു. ആൺമക്കൾ അവര് മുതലായിരുന്നു, അത് കിട്ടി അവര് പോയി. കുഞ്ഞാപ്പൂനെങ്കിലും ഇനി അത് ശ്രദ്ധിക്കൂലേ? ഒരു മിനിറ്റ് മാഷേ, ഇത് വരുന്നു. ഞാന് വണ്ടിയിലാണ് വെച്ചതേയിരുന്നു. അതൊരു കാര്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഭാര്യമാര് മരിച്ചാലുള്ള സ്ഥിതി അതാണ്. എല്ലാരും അവസ്ഥ ഇതായിരിക്കും, ഒറ്റപ്പെട്ടു പോകും. പിന്നെ പെൺകുട്ടികളുണ്ടാണ് നമുക്കൊരു കൂട്ടിന്. അന്യ പെൺകുട്ടികൾ നമ്മളെ നോക്കൂല, അല്ലെങ്കിൽ നമ്മളെ ഉമ്മ വേണം. അത് ഇതന്നെ ആയിരിക്കും അവസ്ഥ, എല്ലാവരും അവസ്ഥ. ഇനി പോയിക്കോ. ഒക്കെ ശരിയാവും. ഞാൻ പോവട്ടോ, ഞാൻ പിന്നെ വരണ്ടേ. പറ്റാ